ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു മൈ ചാനൽ Mownjathizz ഗാലറി. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കോളിഫ്ലവർ മസാലയാണ്. അപ്പം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഒരു കോളിഫ്ലവറാണ് എടുത്തത്. ഇതിൻ്റെ ലീഫൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് വേവിച്ചെടുക്കണം. അതിനായി ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും. നന്നായി ഇവിടെ നമ്മൾ കഴുകി വെച്ച കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായി മൂടി വെച്ച് വേവിക്കുക. അപ്പം നമ്മുടെ കോളിഫ്ലവർ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അധികം വെന്ത് അലിഞ്ഞു പോകാൻ പാടില്ല. നമുക്ക് നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കാം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ വേവിച്ച് വെച്ച കോളിഫ്ലവർ ഒന്ന് ഇതിലിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കോളിഫ്ലവർ ഒന്ന് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവർ ഇവിടെ നന്നായി റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാ കോളിഫ്ലവറും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇതിലേക്കുള്ള മസാലയാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം പേസ്റ്റ് തയ്യാറാക്കുകയാണ്. ഞാൻ 4-5 വെളുത്തുള്ളി, പിന്നെ മല്ലിയില, 2-4 മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ ഇഞ്ചും. ഇതൊന്ന് നന്നായി ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഇതേപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയും കറിവേപ്പിലയും സവാളയും ഉപ്പും ഇട്ടൊന്ന് വേവിച്ചെടുത്തതാണ്. ഇനി അതിലേക്ക് ഞാൻ ഈ പേസ്റ്റ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. പേസ്റ്റ് ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ച് ടൊമാറ്റോ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഗരം മസാലയും ചേർക്കാം. മസാലയൊക്കെ ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇടണം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കോളിഫ്ലവറൊക്കെ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ കോളിഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള കോളിഫ്ലവർ മസാല റെഡി ആയിട്ടുണ്ട്. പിന്നെ അവസാനം ഒത്തിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കും. അങ്ങനെ നമ്മുടെ കോളിഫ്ലവർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് സെർവ് ചെയ്യാം. അവസാനം ഇത്തിരി മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.